ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ ഇ.പി. ജയരാജനെ എൽ.ഡി.എഫ് കൺവീനർ പദവിയിൽ നിന്ന് നീക്കം ചെയ്തത് മുഖം രക്ഷിക്കാനുള്ള CPM-ൻ്റെ നടപടി മാത്രമാണെന്ന് KPCC പ്രസിഡന്റ് കെ. സുധാകരൻ പറഞ്ഞത് ശരിയല്ലേ? എത്രയോ ശരിയാണ്. CPM-ന് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ രഹസ്യ കൂടിക്കാഴ്ച ഉണ്ടായപ്പോൾ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. അന്ന് തന്നെ ആ വാർത്ത പുറത്തു വന്നതാണ്. എന്നാൽ അതിന് തയ്യാറാകാതെ CPM അന്ന് ഒളിച്ചു കളിച്ചു. ഇ.പി. ജയരാജൻ ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നുള്ള പ്രചാരണം അന്നു മുതലേ ഉള്ളതാണ്. പക്ഷെ അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. അത് നിഷേധിച്ചില്ല, ശരിയോ തെറ്റോ എന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം മൗനമായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ കേസുകൾ ഒതുക്കി തീർക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കുന്നതിനും ബി.ജെ.പിയുമായുള്ള ലേസൺ വർക്കാണ് ഇ.പി. ജയരാജൻ നടത്തിയതെന്ന് അന്നേ പ്രതിപക്ഷം ആരോപിച്ചതാണ്. അതിന്റെ ഫലമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഉൾപ്പെടെ CPM വോട്ടുകൾ വ്യാപകമായി ബി.ജെ.പിയിലേക്ക് പോയത്. അതല്ലാതെ മാജിക്ക് കാണിച്ചതൊന്നുമല്ല. സുരേഷ് ഗോപി ജയിച്ചതും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്ത് വന്നതും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും അത്രയും വോട്ട് പിടിച്ചതും ബി.ജെ.പിയുമായി രഹസ്യബന്ധം സൂക്ഷിച്ച ഇ.പി. ജയരാജനെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെയും CPM നടപടിയെടുക്കണമെന്നാണ് കെ. സുധാകരൻ ഇന്നലെ പറഞ്ഞത്. പിണറായി വിജയനും പ്രകാശ് ജാവ്ദേക്കറായി കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിയുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന നേതാവിനെ പിണറായി കണ്ടതും തെറ്റല്ലേ? തെറ്റിദ്ധരുത്തൽ ആരംഭിക്കുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങണം. മുഖ്യമന്ത്രിയുടെ ദല്ലാളായി പ്രവർത്തിച്ച ഇ.പി. ജയരാജനെതിരെ നടപടിയെടുത്ത CPM സ്ത്രീ പീഡകനായ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടിലാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ പാർട്ടി സംസ്ഥാന സമിതി തീരുമാനമെടുത്തത്. MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതാണ്. മാത്രമല്ല, PV അൻവറിന്റെ തുറഞ്ഞ പറച്ചിലും ശ്രദ്ധേയമാണ്. അത് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പുലിവാൽ കോളിളക്കം കണ്ടു തന്നെ അറിയാം. മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനാണോ PV അൻവർ ഈ വെടി പൊട്ടിച്ചതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളം അങ്ങനെയാണ് സംശയിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിനെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ നമുക്ക് കാണാം.